സ്കന്ദ ഡൈ സ്റ്റുഡിയോയുടെ പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. നമ്മൾ 100 സബ്സ്ക്രൈബ് എന്ന ചാനൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം ഈ ഒരു ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ഞാനിപ്പോൾ കരിങ്കല്ലാണ് എടുത്തേക്കുന്നത്. അത് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് ഇങ്ങനെ ഉരുക്കി അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മളിങ്ങനെ ഒന്നിൻ്റെ മുകളിലൊന്നായിട്ട് ഒട്ടിച്ചാൽ മതി. ബാക്കി എല്ലാ ഭാഗത്തും ഒരൊറ്റ ലെയർ കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. കുറച്ച് കട്ടിക്ക് തന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ഇതാക്കുക, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിനുശേഷം 3 ഷെല്ലുകൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കണേ. അതും ഗ്ലൂ ഗണ്ണ് വെച്ച് തന്നെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തെടുത്തേക്കുന്നത്. അതിനുശേഷം പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. താഴെയും ആ 3 ഷെല്ലും കൂടിയാണ് കേട്ടോ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കളറില്ലാത്തതുകൊണ്ട് ഞാൻ ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനൊരു കളർ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് തന്നെ വെള്ളം ഒഴുകുന്നത് പോലെ താഴത്തോട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ആദ്യത്തെ പ്രാവശ്യം അതൊന്നും ഫെയിലായിരുന്നു. അത് ശേഷമാണ് കേട്ടോ ഒന്ന് റെഡിയായി കിട്ടിയത്. അതും പെർഫെക്റ്റായിട്ടൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഏകദേശം ഒന്ന് ഒപ്പിച്ചെടുക്കാം കേട്ടോ. ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് താഴെയും വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് പോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തത്. അതിനുശേഷം ജസ്റ്റ് ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ഏകദേശം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് വൈറ്റ് പെയിൻറ്റ് വെച്ച് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലയിടങ്ങളിൽ ഫെവിക്കോൾ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ഗ്രീൻ ബൂളില്ലേ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും അല്ല, ചിലയിടത്ത് മാത്രം ഇങ്ങനെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അതങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രൗൺ കളർ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അത് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് അത്ര വേണ്ടായിരുന്നു തോന്നി എനിക്ക്. ബാക്കി എല്ലാം കൊണ്ടും വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.